ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് അയിങ്കലത്താണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിനടുത്ത് അയിങ്കലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ഫാം ഉണ്ട്, ഫിഷ് ഫാം. അയിങ്കലം ഫിഷ് ഫാം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോയാലോ. അപ്പോൾ നമ്മൾ ഫിഷ് ഫാമിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകട്ടോ. ഏകദേശം 4 കുളം ഉണ്ട് കേട്ടോ ഇവിടെ. 2 ഏക്കറിൽ 4 കുളമായിട്ടാണ് ഒരു ഫിഷ് ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു കുളം കാണാം കേട്ടോ. അടിപൊളി താറാവുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുമ്പോഴുള്ള കുളം. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ആട്ടോ നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് കാണാൻ പോണത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് വരെ ആദ്യത്തെ കുളം. നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ഫസ്റ്റ് കുളമാണ്. അതേപോലത്തെ അതിനോട് ചേർന്ന് തന്നെ കേട്ടോ രണ്ടാമത്തെ കുളം നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഫുള്ള് മീനാണ്. നെട്ടർ, സിലോപ്പി, പിന്നെ അതുപോലെ തന്നെ വാള, അങ്ങനത്തെ പല ഐറ്റംസ് മീനുകളുണ്ട് കേട്ടോ. ഒരു രക്ഷയിലെ കാണാൻ അടിപൊളിയാണ്. ഇവിടെ വന്ന് തന്നെ നമ്മൾ എന്താ പറയുക അനുഭവിക്കണത്. അത്രയും രസമായിട്ടോ ഇവർ സെറ്റ് ചെയ്തുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കുറച്ച് താറാവുകളെ കാണാം കേട്ടോ. ഒരുപാട് താറാവുകളുണ്ട്. അയവാ അടിപൊളി. അപ്പോൾ നമ്മൾ 2 കുളം കാണിച്ച്, അതേപോലെ തന്നെ വേറെ 2 കുളം കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ അതിലും ഉണ്ട് കേട്ടോ മീനുകൾ. അപ്പം ഇനി നമുക്ക് അതിൻ്റെ അവിടേക്ക് പോയേക്കാം. അപ്പോൾ ഈ കാണുന്നതാട്ടോ ഇവിടെ മൂന്നാമത്തെയും 4-മത്തെയും കുളം വരുന്നത്. ഒരെണ്ണം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലും ഉണ്ട് കേട്ടോ ഒരു കുളം. ഏകദേശം 12 വർഷങ്ങളായിട്ടോ ഇവരിത് തുടങ്ങിയിട്ട്. ഇതിപ്പോൾ ഏകദേശം 12ാമത്തെ വർഷമാണ്. അപ്പോൾ 2.5 ഏക്കറിൽ 4 കുളങ്ങളായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ ബാക്കി ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവരെ എങ്ങനെയാണ് ഇവർ ഫിഷിങ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ. എന്ത് രസമല്ലേ കാണാൻ, രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 കുളത്തിൻ്റെ നടുവിൽ കൂടെ ഒരു ചെറിയ റോഡും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് നമ്മളെ കൂടെ മുഫല്ല ഉണ്ട്. അപ്പോൾ കൂടുതലും മുഫല്ല ഉണ്ട് നമ്മൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോണത് മീനുകൾക്കുള്ള തീറ്റ ഒന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇവരെങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വിഷ്വൽസ് കാണാം. അപ്പോൾ മീനുകൾക്കുള്ള തീറ്റ ഉണ്ടാക്കുന്ന ഇതായിട്ടോ നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ ചിക്കൻ്റെ പാർട്സാണ്. ചിക്കൻ്റെ എല്ലാ പാർട്സും ഉണ്ട്. അതൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന സാധനം കേട്ടോ. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇവർ തിളപ്പിക്കുക ചെയ്യുക. ഇത് മൊത്തം സെറ്റാവണ വരെ ഇവർ നല്ല തിളപ്പിക്കും കേട്ടോ. ഏകദേശം 3 മണിക്കൂർ വരെ ഇതിങ്ങനെ ഇട്ട് തിളപ്പിക്കും കേട്ടോ. അതിൻ്റെ ബാക്കിലൊരു കായലുണ്ട്. ഈ കുളത്തിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ കായൽ വരുന്നത്. അപ്പോൾ ആ കാണാനാണ് ഫിഷ് ഫാം. അതിനോട് ചേർന്ന് തന്നെ കേട്ടോ ഈ കായലുള്ളത്. ഏകദേശം 2 മണിക്കൂറോളായി ഇത് വെച്ചിട്ട്. ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നമുക്ക്.
അയ്യോ ഏകദേശം 2 മണിക്കൂറായിട്ട് ഇനി 1 മണിക്കൂറും കൂടി ഉണ്ട് ഇത് വേവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മീനുകൾക്ക് കഴിക്കാൻ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ കഴിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വീഡിയോ നമ്മൾ എടുക്കണില്ല, നമുക്ക് അതിനുള്ള നേരമില്ല. അപ്പോൾ ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫിഷിങ് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഏകദേശം 2 മണിയായി. 2:30 ആകുമ്പോൾ ഫിഷിങ് ചെയ്യാൻ ആൾക്കാർ ഇങ്ങോട്ട് വരും. അപ്പോൾ ബാക്കി വിഷയിൽ അവർ വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവർ വന്നാൽ പിടിക്കാനുള്ള വല ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ വലയാണ്. അപ്പോൾ നമ്മുടെ ഫിഷിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫിഷിങ്ങിൻ്റെ കാഴ്ചകളാട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നേരത്തെ വലയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നല്ല വലിപ്പമുള്ള വലയാണ്. അത് മൊത്തം ഈ കുളം ഇങ്ങനെ കവർ ചെയ്തിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കാക്ക അവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പയ്യ ഇവിടെ വല പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളത്തിൽ മൊത്തം വാളയാണ് കേട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാളയാണ് കേട്ടോ പിടിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ വല ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിങ്ങനെ പതുക്കെ വലിച്ച് കയറ്റാണ് കേട്ടോ. വരുന്നു മക്കളെ. അയ്യോ നല്ല പെട്ടക്കണ വാളൊക്കെ വരാൻ പോണത്. അടിപൊളി. അയ്യോ വന്ന സാധനം ഏക ലെവല്, നല്ല അടിപൊളി. ഏകദേശം ഒരെണ്ണം എന്തായാലും 1 കിലോൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ. നല്ല പെടക്കണ വാള കെട്ടുന്ന പെടക്കണുണ്ടില്ലേ. ഇത് ഒരു അർബാനൊക്കെ ഇട്ടിട്ട് കച്ചവടക്കാർക്ക് കൊടുക്കുക ചെയ്യട്ടോ. നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട്. ഏകദേശം 1.800 2 കിലോൻ്റെ അടുത്ത് വരുന്നുള്ള വാളട്ടോ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പിടിക്കുന്നുണ്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊന്ന് ചൂണ്ടിലിട്ടോ. ചൂണ്ടിട്ടിട്ട് നമുക്ക് ഏതൊക്കെ മീനെ കിട്ടാനുള്ളത് നമുക്ക് നോക്കിയാൽ കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ചെക്കന്മാരൊക്കെ വന്നത് കേട്ടോ. ഞാൻ നെമ്മി പോകുന്നുണ്ട്, ജാബി പോകുന്നുണ്ട്, ചെക്കന്മാരൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ചെക്കന്മാര് ചൂണ്ടയിൽ ഇര കുറക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കോഴിപ്പാടസ കേട്ടോ ചൂണ്ടയിൽ കുരിക്കുന്നത്. എവിടെ ഞങ്ങൾ വളാഞ്ചേരി കഴിഞ്ഞ് പെരിന്തമണ്ണ റോഡിനോട് പോകുന്നത് വെങ്ങാടാ മറ്റേ ഫ്ലോറൊക്കെ ഉള്ള സ്ഥലമല്ലേ, അതിൻ്റെ അയൽവാസി തന്നെയാണ്. ശരി. അപ്പോൾ ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു വാളടിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ അടിപൊളി ആ വരുന്ന സാധനം. അപ്പോൾ നമ്മൾ ചൂണ്ടിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്തൊക്കെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കട്ടോ. പോയാ
പോയാ ഒരെണ്ണം കിട്ടിയ സെറ്റ് ചെയ്യുന്നു. എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അത് പൊക്കി പിടിച്ചടാ. അയ്യോ നല്ല അടിപൊളി വാള. എത്ര ഉണ്ടാവും? 1.5 ഉണ്ടാവില്ല ഇത്? 5 5ഒന്നുമില്ല. ഒന്ന് മുഖത്തിന്റെ ഭാവങ്ങളൊക്കെ ഇങ്ങനെ മുഖത്ത് കാണിക്കണ അന്ന കാണിച്ചിരുന്നായി. നമുക്കൊരു മീൻ അടിച്ചിട്ടാ. വാള കിട്ടി ഗൈസ്. അപ്പോ നമുക്ക് കിട്ടിയ മീൻ കിട്ടാം ഗൈസ്. ഏകദേശം ഒരു 1,200 ഉണ്ടാവും. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് തീർക്കാം. അപ്പോൾ മച്ചവരെ നമുക്കിന്ന് 2 മീനിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.